ഇന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, വലിയ പ്രതിഷേധം രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. അവരോട് ഈ വിവരങ്ങൾ കൈമാറുന്നില്ല എന്നുള്ളതാണ് ആ പരാതി, പ്രധാനപ്പെട്ട പരാതിയായി വരുന്നത്. ക്യാമ്പിന്റെ ഭാഗമായി വന്ന വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യബാധ ഉണ്ടായതിനെ തുടർന്ന് വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ ഈ കോളേജിനുള്ളിലേക്ക് ഇടിച്ചു കയറുകയും ഗേറ്റ് തള്ളി തുറന്നുകൊണ്ട് കോളേജിനുള്ളിലേക്ക് വന്ന് തങ്ങളുടെ മക്കളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന രംഗമാണ് കാണാൻ സാധിക്കുന്നത്. മോനെ മോനെ എന്തെങ്കിലും സംഭവിച്ചു? ഇവിടെ കുറെ വെള്ളം സംസാരിക്കാൻ പോലും പറ്റാത്ത ബുദ്ധിമുട്ടാണ്. ഇവിടെ കുറെ വെള്ളവും ഇതൊക്കെ തന്നിട്ട് ചൂടുവെള്ളം മാത്രം തന്നെ ഉള്ളു. എന്താന്ന് പോലും അറിയാൻ പാടില്ല എന്തൊക്കെയാണ് കേൾക്കണെന്ന്. ഇവർക്ക് കൊടുത്ത ഭക്ഷണം തീരെ നിലവാരമില്ലാത്ത ഭക്ഷണമായിരുന്നു ഇവർക്ക് കൊടുത്തത് എന്നാണ് ഈ വിദ്യാർത്ഥികൾ നമ്മളോട് പറയുന്നത്. അതിനോടൊപ്പം തന്നെ കുറച്ച് മുൻപ് നമ്മളൊരു വിദ്യാർത്ഥിയുമായി സംസാരിക്കുന്ന ഗതിയുണ്ടായിരുന്നു. അപ്പോൾ ആ വിദ്യാർത്ഥി നമ്മളോട് പറഞ്ഞത് ഈ ഇവിടെ കൊടുത്തിരുന്ന ഇവിടെ ഉണ്ടായിരുന്ന അധികാരികളുടെ ഭാഗത്തു നിന്ന് NCC അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായത് ക്രൂരമായ പീഡനമാണ്. ഇടിവിള വെച്ച് തന്റെ മുഖത്തിടിച്ചു എന്ന് ആ വിദ്യാർത്ഥി നമ്മളോട് പറയുകയുണ്ടായി. അടിയുടെ മർദ്ദനത്തിന്റെ കാര്യം മാത്രമല്ല, ഇവർക്കുണ്ടായ ഭക്ഷണം വളരെ നിലവാരം കുറഞ്ഞ ഭക്ഷണമാണ് ഈ വിദ്യാർത്ഥികൾക്ക് നൽകിയത് എന്നുള്ള ഒരു ആരോപണവും വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ പറയുന്ന ഒരു കാര്യമാണ്, അവർ പുറത്തുനിന്ന് കൊണ്ടുവന്ന ഒരു സ്നാക്സ് കഴിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ആ സ്നാക്സ് കഴിച്ചതിന് ശേഷവും അവർക്ക് ദേഹാസ്വസ്ഥ്യം ഉണ്ടായിരുന്നു. അപ്പോൾ സ്നാക്സ് കൊണ്ടാണോ അതല്ല ഇവിടുത്തെ ആഹാര പദാർത്ഥങ്ങൾ കൊണ്ടാണോ യഥാർത്ഥത്തിൽ തങ്ങൾക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായത് എന്നതിനെ കുറിച്ച് വിദ്യാർത്ഥികളിൽ ചിലർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ കോളേജിനുണ്ടായിരുന്ന ജലത്തിൽ നിന്ന് അല്ലെങ്കിൽ കിണറ്റിൽ നിന്നുണ്ടായ ഭക്ഷ്യവിഷബാധയാണ് യഥാർത്ഥത്തിൽ കുട്ടികളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യാനുള്ള സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയത് എന്നാണ് നമ്മൾ പറയുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ഈ വിദ്യാർത്ഥികൾ കഴിച്ചത് ചോറും സാമ്പാറും അടങ്ങുന്ന മീൽസ് ആയിരുന്നു. ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് വിദ്യാർത്ഥികൾ അധികം ആളുകൾക്കും രക്ഷിതാക്കളെ ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചിരുന്നില്ല. ഗേറ്റ് പൂട്ടിയ നിലയിലായിരുന്നു. പിന്നീട് ആ ഗേറ്റ് തള്ളി തുറന്നാണോ ഈ രക്ഷിതാക്കളൊക്കെ അകത്തേക്ക് കടന്നിരിക്കുന്നത്? കാക്കനാട് KMM കോളേജിലെ ക്യാമ്പിൽ പങ്കെടുത്ത സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിരിക്കുന്നത്. 73 വിദ്യാർത്ഥികളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. വലിയ പ്രതിഷേധം അവിടെ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് ഉയരുകയാണ്. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇങ്ങനെ വിവരമറിഞ്ഞ് സ്വാഭാവികമായും രക്ഷിതാക്കളുടെ ആശങ്ക നമുക്ക് മനസ്സിലാവും. അവർ ആ വിവരം തിരക്കാൻ അവിടേക്ക് എത്തിയതാണ്, ആ കോളേജിന് മുമ്പിലേക്ക് എത്തിയതാണ്. പക്ഷേ അവരോട് വിവരങ്ങൾ കൃത്യമായി കൈമാറുന്നില്ല എന്നുള്ള വിമർശനമാണ്, പരാതിയാണ് അവർ ഉയർത്തുന്നത്. ആശുപത്രികളിലൊക്കെ അന്വേഷിച്ചാണ് അവർ അതിൻ്റെ വിവരം തേടുന്നത്. ഇപ്പോൾ ചില കുട്ടികൾ അവിടെ നിന്ന് പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രക്ഷിതാക്കൾ അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നതാണ്. അവർ പോലീസുകാരെ കൈയേറ്റം ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായി. പോലീസുകാർക്ക് അവരെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. ഇതോടുകൂടിയാണ് കുട്ടികളിൽ നിന്ന് കുട്ടികൾക്ക് ഉണ്ടായിട്ടുള്ള തങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടായത് എന്താണ്, തങ്ങളുടെ കുട്ടികൾ എന്തെങ്കിലും അപായം സംഭവിച്ചോ എന്നെല്ലാം തരത്തിലുള്ള ആകുലതയോട് കൂടിയാണ് മാതാപിതാക്കൾ ഈ കോളേജിനുള്ളിലേക്ക് വന്നത്. അവർ ഒരു വേള പോലീസിന് മേൽ തട്ടിക്കയറുന്ന ഒരു സ്ഥിതി വിശേഷം പോലും ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികൾക്കുണ്ടായത് എന്താണ് എന്ന് അറിയുവാനുള്ള താങ്കളുടെ മൗലികമായിട്ടുള്ള തങ്ങളുടെ ആവശ്യത്തെ അല്ലെങ്കിൽ ഒരു മാതാപിതാക്കളുടെ ആ ഒരു ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അവർ വളരെ രോക്ഷാകുലരായി കോളേജിനുള്ളിലേക്ക് ഇടിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടായത്. ഒരു പഞ്ചാബി സാബിന്റെ ഭാഗത്ത് നിന്നും തങ്ങൾക്ക് നേരെയുണ്ട ഇടിവള വെച്ച് തങ്ങളുടെ മുഖത്ത് ഇടിച്ചു എന്നൊരു ആരോപണം ഈ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. സർ, ഡു യു ലൈക്ക് ടു കമന്റ്? I don't know anything. You can meet my officer. Sir, but the situation is really bad here. Buddy, I seriously don't cannot anything. I cannot say anything. Please meet my officer. Where is your officer, sir? I don't know. He might be there or there. You can ask to the police officer. I don't know anything. ഈ NCCയുടെ ഭാഗത്ത് നിന്ന് NCC ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ ഇപ്പോൾ തയ്യാറായിട്ടില്ല. അവർ പറയുന്നത് നിങ്ങൾ എന്റെ ഉദ്യോഗസ്ഥനെ കാണൂ എന്നുള്ളതാണ്, നിങ്ങൾ എന്റെ അധികാരികളെ കാണൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ക്യാമ്പിൽ ഉൾപ്പെട്ട ഒരു കുട്ടിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് രണ്ടോട്ട് അടിച്ചിട്ടുണ്ട് സാബ്. ഇപ്പൊ പോയ സാബ് രണ്ടോട്ട് അടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ രണ്ടോട്ട് അടിച്ചിട്ടുണ്ട് മോത്തിന്റെ. എന്ത് പറഞ്ഞ അടിച്ച്? വെറുതെ മൂക്കിന്റെ ഇവിടെ എന്തോ പൊട്ടിയിട്ടുണ്ടായിരുന്നു. പ്രാണീനെ എടുത്തല്ലപ്പോ അവർ വന്നിട്ട് മോത്തിന് രണ്ടടി അടിച്ചു. തല അടിച്ചു വീണ അവനെ തള്ളിയിട്ട്. പിന്നെ നമ്മ വെറുതെ ഓരോന്ന് എന്തെങ്കിലുമൊക്കെ തുടയാനായിട്ട് തടയുമ്പോ തന്നെ മോത്തിന്റെ അടിക്കവര്. ഇടിവള വെച്ചൊക്കെ അടിച്ചു? ഇടിവള വെച്ചിട്ട് അടിച്ചല്ലേ, കൈ കൊണ്ട് മോത്തിന്റെ അടിക്കവര്. കൈ വെച്ചടിച്ചോ? ചോകമാണ്. ഫുഡൊന്നും മര്യാദക്കുള്ള ഫുഡൊന്നും തന്നില്ല. അടിച്ചാണ് നെഞ്ചത്ര വേനെന്ന് ഷൂട്ടിനാണ് വലിഞ്ഞടിച്ചവര്.
ചെയ്യാത്തൊക്കെ വെറുതെ ഒരു ചെറിയ പ്രശ്നമുള്ള മപ്പിനടിക്കും. ഞങ്ങളെ പതച്ച പണിഷ്മെന്റ് ഏൽപ്പിച്ചു. ഞങ്ങളെ പണിഷ്മെന്റ് ഏൽപ്പിക്കുന്നുണ്ട്. ചോദിച്ചാൽ പിന്നെ കുറച്ചതിനെ കുടിക്കുമ്പോൾ ഒരു മാരത്തെ ചൊവ്വയൊക്കെയാണ്. കുളിക്കണ വെള്ളത്തിൽ വല്ല വേറൊക്കെ കാപ്പി കളറൊക്കെ വന്നത്, അതാണ് കുളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു കേൾക്കണം. 4ാം നിലയിലുള്ളവർ എന്തോ നമ്മളെ ബാത്റൂം എല്ലാം പൊളിച്ചോണ്ട് നമ്മളിവിടെ വെയിലെത്തിയിട്ട് നമ്മളെ ഫുൾ ടൈം വരയുടെ ഏൽപ്പിച്ച്. പക്ഷെ ഒരു പച്ച വെള്ളം തരാൻ അവർ ഫുൾ ടൈം 12 മണിക്കത്തെ വെയിലെത്തിട്ട് വരയുടെ ഏൽപ്പിച്ചു. ബാത്റൂമിൽ നിന്ന് തന്നെ ആ വെള്ളം തന്നെ ഞങ്ങൾക്ക് കുടിക്കാനും അവർ ചൂടാക്കി തന്നു. അങ്ങനെ തന്നെയാണ് ഈ വിദ്യാർത്ഥികൾ പറയുന്നത് വെച്ച് നോക്കിയാൽ അങ്ങേയറ്റം കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് ഈ വിദ്യാർത്ഥികൾക്ക് ഇവിടെ നേരിടേണ്ടി വന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന സാഹചര്യമാണ് ഇവിടെയുള്ളത്. വിദ്യാർത്ഥികളുടെ മുഖത്ത് ആഞ്ഞടിക്കുന്ന NCC ഉദ്യോഗസ്ഥരാണോ കേരളത്തിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാൻ വേണ്ടി വരുന്നത് എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇവിടെ മാതാപിതാക്കളും വിദ്യാർത്ഥികളും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്.